ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ ഒരടിപൊളി പഴയ കാല മിഠായി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കമർകെട്ട് മിഠായി. പണ്ട് പെട്ടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചവർക്കും ഈ മിഠായിയുടെ ടേസ്റ്റ് നന്നായി അറിയാം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കമർകെട്ട് എന്നും ശർക്കര മിഠായി എന്നും ഒക്കെ ഇതിന് പേരുണ്ട്. ഓരോ നാടിൻ്റെ അനുസരിച്ച് പേരിന് വ്യത്യാസം വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇതിനായിട്ട് ഒരു വലിയ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരയുടെ അളവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരാം. അത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. മെൽറ്റാക്കി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂടാറിയ ശേഷം അരിച്ചെടുക്കാം. അതിനുശേഷം മിഠായി ഉണ്ടാക്കിയാൽ മതി. ഇനി അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്കിതിങ്ങനെ തന്നെ മെൽറ്റാക്കി എടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വരണം. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിം ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ട് കുറുക്കി നമുക്കെടുക്കണം. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്താ പറയുക, ഒരു 80-70 കാലഘട്ടങ്ങളിലെല്ലാം പെട്ടിക്കടകളിൽ ഇത് സുലഭമായി കിട്ടുമായിരുന്നു. അന്ന് ജീവിച്ചിരുന്നവർക്കും അന്നത്തെ ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ രുചി ശരിക്കും അറിയാം. അത്ര ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിഠായിയാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ കഴിക്കുന്ന ഡയറി മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കാലത്ത് ഇത്തരം മിഠായികളാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കുക, നല്ലൊരു തിക്നെസ്സായി നന്നായി പതഞ്ഞ് വന്നെ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നന്നായി പതഞ്ഞ് തിക്നെസ്സായിട്ട് തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് നല്ലൊരു പാനിലേക്ക് ഇടുന്നേക്കാൾ വെച്ച് ഇങ്ങനത്തെ ചീനച്ചട്ടി ഇടുകയാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചത് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കായ ശേഷമാണ് കേട്ടോ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം നല്ല ജീരകം കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ച നല്ല ജീരകമാണ്. ഇനി ഇതിലേക്ക് ഒരു അരമുറിയോളം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ പീനട്ട് ഉണ്ടെങ്കിലൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ നല്ലൊരു തിക്നെസ്സാണ്. ഇപ്പം 4 സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് പാകമായോ എന്നറിയാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് നോക്കാം. അപ്പോൾ എണ്ണ പുരട്ടിയ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മിഠായി പാകമായി എന്നാണ് അളവ്. അപ്പോൾ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. വിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കുറച്ച് നേരം കൂടെ നന്നായിട്ട് മിക്സാക്കുക. വിട്ട് വന്ന ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നല്ല എണ്ണ പുരട്ടിയ ഒരു പ്ലേറ്റായിട്ടോ അല്ലെങ്കിൽ വാഴയിലയായിട്ടോ ഒക്കെ എടുക്കുക. അതിലേക്ക് നമുക്ക് ഊറ്റി കൊടുത്ത നേരത്തെ ഞാൻ ഊറ്റി വെച്ചിരുന്ന പാനിയുടെ അളവ് നിങ്ങൾ കണ്ടല്ലോ, അത് എടുത്തപ്പോൾ ഇതുപോലെ നല്ല ഉരുട്ടെടുക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ കറക്റ്റായി അളവായിട്ടുണ്ട്. ഇപ്പം നോക്കൊന്നൊരു പതഞ്ഞ് പൊങ്ങി നിൽക്കുന്ന നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മളുടെ അളവ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിഠായിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഈ തിക്നെസ് കറക്റ്റ് അല്ലെങ്കിൽ മിഠായി നമുക്ക് കറക്റ്റ് ടേസ്റ്റിന് കിട്ടത്തില്ല. വായിടുമ്പോൾ ശർക്കര പോലെ ആയി പോകും. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ പുരട്ടിയ പ്ലേറ്റാണ്. അപ്പോൾ ചൂടാറാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചൂടോടുകൂടി പോയി കൈ തൊടരുത്, നന്നായി പൊള്ളിപ്പോകും കൈ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുട്ടികളുണ്ടെങ്കിൽ അവരോട് തൊടരുതെന്ന് പ്രത്യേകം പറയുക. തണുത്ത ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചൂടാകുന്നതനുസരിച്ച് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നല്ല അടിപൊളി മിഠായിയാണ്. നമ്മുടെ വീട്ടിൽ പ്രായം എത്തിയവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പോലും ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ തയ്യാറാക്കിയപ്പോൾ തന്നെ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ പറക്കി കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഉണ്ടോ, നല്ല പ്ലേറ്റിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി, അല്ലെങ്കിൽ വാഴയിലയില്ലേ അതാണെങ്കിൽ മതി. വാഴയില അങ്ങ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് അതിന് ഒരു ഫീലിങ്സ് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പതുക്കെ ഇങ്ങനെ തൊടാവുന്ന രീതിയിലുള്ള ചൂടായിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ നന്നായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഉരുട്ടി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ മൊത്തം എൻ്റെ ഉമ്മയാണ് കേട്ടോ, ഞാനല്ലായേ. കാരണം ഉമ്മ ഇതിന് വളരെ എക്സ്പേർട്ടാണ് ആൾ. ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മ വന്നപ്പോൾ
എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അപ്പം ഞാനൊത്ത് നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അതിനുശേഷം ഞാൻ ബട്ടർ പേപ്പറിലേക്ക് വെച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചുരുട്ടിയെടുത്തെന്നുള്ളൂ. ഇങ്ങനെ ചുരുട്ടിയെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ പണ്ട് നമ്മളിതൊരു പ്ലാസ്റ്റിക് കവറിലാണ് ഇങ്ങനെ ചുരുട്ടി കിട്ടുക നമുക്ക് കടകളിൽ നിന്ന്. ഇപ്പോഴും ചില കടകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം ഇതുപോലെ മിഠായികളൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ വാങ്ങി കഴിച്ചവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അന്ന് ഈ ന്യൂ ജനറേഷനിൽ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. പഴയകാല മിഠായിയുടെ രുചിയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വലിയൊരു ഉണ്ട ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു മിഠായിയൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ചോക്ലേറ്റൊക്കെ എപ്പോഴും കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ചോക്ലേറ്റ് കഴിച്ച് വളർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. നമ്മളപ്പോൾ തണുക്കും തോറും നല്ല കട്ടിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് തണുത്ത ഐസ് പോലെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വളരെ പാടായിരിക്കും. ഒരുവിധം നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇതൊരു ബോൾ രൂപത്തിലാക്കാൻ. അപ്പോൾ നട്ട്സും കാഷ്യും ഒക്കെ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് ശരിക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടും. വായിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ മിഠായി ഇങ്ങനെ വായിൽ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. കുറേ നേരം ഇങ്ങനെ അലിഞ്ഞു പോകാതെ തന്നെ വായി കിടക്കും. ഇടയ്ക്കിടയ്ക്ക് മധുരം ഇങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കാം. നല്ല അടിപൊളിയായിട്ട് എനിക്ക് മിഠായിക്ക് ഉമ്മ തയ്യാറാക്കി തന്നു. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ് Zayan's Kitchen KTM.